അടുത്ത 1.5 വർഷം എങ്ങനെയെങ്കിലും തള്ളി നീക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതല്ലാതെ ഒരു വികസനം ഇവിടെ നടക്കുന്നില്ല, ഒന്നും നടത്താൻ ഐഡിയ ഇല്ല അവർക്ക്. രാജീവ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഏറ്റെടുത്ത് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതുവരെയായിട്ട് ആർക്കും ഒരു തൊഴിലും കൊടുത്തില്ല. ഈ സർക്കാർ അട്ടർ ഫെയിലിയറാണ്, ഒരു സംശയക്കാർക്ക്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ആശയമാണ് അന്ന് അവരും അതിനെതിരെ അത് ഇവർ സീപ്ലൈനെതിരായിരുന്നു, ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും എതിരായിരുന്നു. നാഷണൽ ഹൈവേനെ ഇത്രയും തടസ്സപ്പെടുത്തിയ ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്. എന്നിട്ട് ഇവർ പറയുന്നത് ഞങ്ങളാണ് കൊണ്ടുവന്നത്. ഇത് UPA സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച ദേശീയപാത ഞങ്ങളുടെ സർക്കാരാണ് അതിൻ്റെ വർക്കൊക്കെ തുടങ്ങിയത്. അന്ന് ഇതിനൊക്കെ കോലി വെച്ചവരവർ. ഇവരന്ന് അതിൽ ശുഷ്കാന്തി കാണിച്ചിരുന്നുവെങ്കിൽ ദേശീയപാതയുടെ ഉദ്ഘാടനം കഴിഞ്ഞേനെ കേരളം. ഇത് ഇത്രയും ഡിലേ ആക്കിയത് അവരാ. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഡിലേ ആക്കി, ഇപ്പോഴും ഡിലേ ആക്കുക. ഇവരൊന്നും നടത്താൻ പോകുന്നില്ല. ഇവരിങ്ങനെ വാചക കസരത്ത് നടത്തി 1.5 കൊല്ലം കൂടെ കഴിച്ചു പോകും. അത് കഴിഞ്ഞ് ദയനീയ തോൽവിയായി. 90,000 തൊഴിലവസരങ്ങളായിരുന്നു വാഗ്ദാനം ചെയ്തത്. വാഗ്ദാനം ഒരുപാടുണ്ടല്ലോ. പണ്ട് പറഞ്ഞ പോലെ എത്ര മനോഹരമായിട്ടുള്ള നടക്കാത്ത സ്വപ്നങ്ങൾ ഒരുപാടായി. അത് തന്നെ 1.5 കൊല്ലം കൂടി ഉണ്ടാവും.